ഗുഡ് ഈവനിങ് ആൾ. മഗ്രിബ് വരെയുള്ള സമയം ഉണ്ട്. അതിൻ്റെ ഇടയിൽ നേരത്തെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് 12:30-ക്ക് ശേഷം ആകാശവാണി തുറന്നാൽ ഒരു മ്യൂസിക് കേൾക്കാം. ആകാശവാണി സ്റ്റേഷൻ തുറക്കുന്നത് വരെ സമയം ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മ്യൂസിക്. ഇതുവരെ മഗ്രിബിന് ശേഷം മഗ്രിബ് വരെ നമുക്ക് സമയമുണ്ട്. അതിനിടയിൽ ഒപ്പന കയറാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു കുഞ്ഞു പ്രസൻറ്റേഷനിലേക്ക് പോകുന്നു. സിറാജ്, ക്യാൻ ഐ ഗെറ്റ് ദ PPT പ്ലീസ്? അമൽ പ്ലീസ്. അമൽ, അമൽ പ്ലീസ്, ക്യാൻ യു ജോയിൻ വിത്ത്? സ്കേറ്റിങ്ങിൻ്റെ 1-2 മെഡൽസ് കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. ഒരു കുഞ്ഞു പ്രസൻറ്റേഷൻ ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് 1 മണിക്കൂറെങ്കിലും ഇതിന് സമയം വേണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. വളരെ മനോഹരമായ മുന്നേറ്റങ്ങളിലേക്കാണ് നമ്മുടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനുവൽ ഡേ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി നന്നായി അധ്വാനിക്കുന്നുണ്ട് നമ്മുടെ ടീം. ഇത്ര വേണ്ട, വോളിയം വേണ്ട. നന്നായി അധ്വാനിക്കുന്നുണ്ട് ഒരു ടീം. സ്വാഭാവികമായിട്ടും വലിയ റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സന്തോഷം. ആനുവൽ റിപ്പോർട്ട് പ്രസൻറ്റേഷനാണ്. ദെൻ പോകാം, പെട്ടെന്ന് അടിച്ചു പോകാം. ദെൻ 437 കുട്ടികൾ, 56 സ്റ്റാഫുകളാണ് ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. 437 കുട്ടികൾ, 56 സ്റ്റാഫ്. പോകാം, സ്പീഡ് ഇറ്റ്. ദെൻ 2024 ഇതൊക്കെ കുറേ പ്രോഗ്രാമുകളാണ്, ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം ജൂൺ 6-ാം തീയതിയാണ് നടന്നത്. റോഡ് പണിയുമായി ബന്ധപ്പെട്ട് കുറഞ്ഞൊരു പ്രശ്നമുള്ളത് കൊണ്ട് ജൂൺ 6-ന് മാത്രമാണ് നമുക്ക് സ്കൂള് തുടങ്ങാൻ സാധിച്ചത്. നെക്സ്റ്റ് സ്ലൈഡ്. ധാരാളം പ്രോഗ്രാമുകൾ അതിലുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ഇങ്ങനെ തുടങ്ങിയ കുറേ ദിനാചരണങ്ങളിലേക്ക് പോകാൻ എൻ്റെ മുന്നിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദെൻ ക്ലാസ് വൈസ് PTM നമ്മൾ ആരംഭിച്ചു. ജൂൺ 5-ാം തീയതിയാണ്. ഓരോ ക്ലാസ്സിലെയും പാരൻസിന് നമ്മൾ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആൻഡ് 92% പാരൻസ് അറ്റൻഡ് ചെയ്തു. വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സ്കൂളിൻ്റെ കാര്യങ്ങൾ പറയുമ്പം പാരൻസിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കുകളാണ്. ആ ഫീഡ്ബാക്കും നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസും അത് വളരെ മനോഹരമാണ്. താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം പാർട്ട് ഓഫ് മൈ ഹാർട്ട്. ദെൻ ജൂലൈ 5-ന് കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ക്വിസ് കോമ്പറ്റീഷൻ നടന്നു. ഇവരൊക്കെയും വേദിയിലേക്ക് വിളിച്ചു വരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പോകാം, നെക്സ്റ്റ്. ദെൻ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ. അതിമനോഹരമായിരുന്നു ഇലക്ഷൻ്റെ നമ്മുടെ പ്രൊസീഡിങ്സ്. നമ്മളൊക്കെ മുതിർന്ന ആളുകൾ ഇലക്ഷൻ പ്രൊസീഡിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തി നടത്തിയ പ്രോഗ്രാമായിരുന്നു ഇലക്ഷൻ. ദെൻ അതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും, മീറ്റ് ദ കാൻഡിഡേറ്റ് അടക്കമുള്ള എല്ലാവിധ പ്രൊസീഡിങ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾ നന്നായി ആഘോഷിച്ചു. വലിയ പ്രോഗ്രാമായിരുന്നു. ആൻഡ് ഹെഡ് ബോയ് ആൻഡ് ഹെഡ് ഗേൾ ഷെറാസ് അഹമ്മദ്, വെർ ഇസ് ഷെറാസ്? Could you join with me? ഷെറാസ് ആൻഡ് ഖദീജ നജ, 2 പേരും ഹെഡ് ബോയ് ആൻഡ് ഹെഡ് ഗേൾ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ can you join with ഖദീജ? Then അഗ്രികൾച്ചർ മിനിസ്റ്റർ, സ്പോർട്സ് മിനിസ്റ്റർ, ആർട്സ് മിനിസ്റ്റർ, സ്പോർട്സ് മിനിസ്റ്റർ, ഒരുപാട് മിനിസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകാൻ വിചാരിക്കുന്നില്ല. Let me to introduce my two powerful guns. One is Sheraz Ahmed, my chief minister, and Madam Neja. Both are doing very well. എന്നേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും സാർ നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ച് എപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്ന 2 മിടുക്കരായ ആളുകളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. ദെൻ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിരോഷിമ നാഗസാക്കിയുടെ 6th ഓഗസ്റ്റിനാണ് നടന്നത്. ഡോക്യുമെൻ്ററി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ എന്ന് തോന്നുന്നു. നേരത്തെ അതേ ഡോക്യുമെൻ്ററി ഈ LED വാളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് 15-ാം തീയതി ഓഗസ്റ്റ് 15-നാണ് നടന്നത്. ധാരാളം പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഞാനതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. പോകാം, നെക്സ്റ്റ്. ദെൻ ആർട്ടോറിയം പ്രോഗ്രാംസ് 2 ദിവസങ്ങളിലായി നടന്ന പ്രോഗ്രാം 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷത്തെ ആനുവൽ ഡേ പ്രോഗ്രാം നടന്നത്. ദെൻ 508 പോയിന്റുകൾ നേടി ടീം മാംഗോസ്റ്റിൻ, 471 നേടി തസ്രക്, 409 നേടി നീർമാതളം. ഈ തസ്രക്ക്, നീർമാതളം, മാംഗോസ്റ്റിൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ വളരെ മനോഹരമായ ആർട്ടുകളാണ്, കഥകളാണ്, കവിതകളാണ്, നോവലുകളാണ്, ആർട്ട് ഹിസ്റ്ററികളാണ്. അതും കൂടെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമായിരുന്നു ആർട്ടോറിയം. ദെൻ നാസിഫ് ആയിരുന്നു അതിൻ്റെ സമാപനത്തിലെ ഗസ്റ്റ്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ അറിയാം, ഈ ഫോട്ടോ വൈറലായിരുന്നു. നാസിഫ് പ്രോഗ്രാം കഴിഞ്ഞ് ഞാനും നാസിഫും കൂടെ ഇവിടെ ഇരുന്നതേ ഓർമ്മയുള്ളൂ. എവിടുന്നാണ് മക്കൾ വന്നത് നാസിഫിൻ്റെ ഇടയിൽ ഇരുന്നത് എന്നറിയില്ല. ഒരു പരിചയമില്ലാത്ത മക്കൾ വന്ന് ഭയങ്കരമായ കഥകൾ പറഞ്ഞു. എക്സൈറ്റഡ് ആയിരുന്നു. അവസാനം ഞാൻ ഇവിടുന്ന് നാസിഫിനെ എങ്ങനെയാണ് ഓഫീസിലേക്ക് കൊണ്ടുപോയതെന്ന് സത്യത്തിൽ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. കുട്ടീസ് വളരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആർട്ടോറിയത്തിൻ്റെ സമാപന സെഷൻ. ദെൻ മാംഗോസ്റ്റിനാണ് 1-ാം സ്ഥാനം നേടിയത്. 2-ാം സ്ഥാനം പോകാം, സ്പീഡ് ഇറ്റ്.
ദെൻ തസ്രാക്കിൻ്റെ ഇതിഹാസം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്നാണ് ശരിക്കുള്ള ആ പുസ്തകത്തിൻ്റെ പേര്. നമ്മുടെ ടീമിൻ്റെ പേര് തസ്രാക്ക് എന്നായിരുന്നു. 2ാം സ്ഥാനം നേടി. നീർമാതളം മുത്തകാലമാണ് സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ്. ദെൻ മാധവിക്കുട്ടി, കമലാ സുരയുമായി ബന്ധപ്പെട്ട ഒരു വളരെ മനോഹരമായ നോവലാണ് നീർമാതളം പൂത്തകാലം. ദേ ഗോട്ട് ദ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ്. പ്ലീസ്. ദെൻ സ്റ്റേറ്റ് ലെവൽ IMEയുടെ കൊക്കോ ചാമ്പ്യൻസ് ആണ്. കാറ്റഗറി ഗേൾസ് കാറ്റഗറിയിൽ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പായി നടന്ന മനോഹരമായ ഒരു പ്രോഗ്രാം. നമ്മുടെ കുട്ടികൾ അതിൽ ക്രൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, നെക്സ്റ്റ്. ദെൻ കഴിഞ്ഞ വർഷം IMEയുടെ ജില്ലാ കലോത്സവം നടന്നപ്പം നമ്മൾ 5ാം സ്ഥാനത്തായിരുന്നു. ഈ വർഷം നമുക്ക് 5ന് മേലേക്ക് പോകാൻ പറ്റിയില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ധാരാളം മക്കൾക്ക് വലിയ അവസരങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, 5ാം സ്ഥാനത്ത് നമ്മൾ എത്തിയപ്പം മർക്കസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ 2000-ഓളം കുട്ടികളുണ്ട്. മെംസ് ഇൻ്റർനാഷണൽ 1000-ലധികം കുട്ടികളുണ്ട്. മർക്കസ് പബ്ലിക് സ്കൂൾ കൊയിലാണ്ടിയിൽ 1200 കുട്ടികളുണ്ട്. ഇഷായത്ത് പബ്ലിക് സ്കൂളിൽ 1500-ലധികം കുട്ടികളുണ്ട്. 400 കുട്ടികളെയും കൊണ്ട് മാത്രം പോയി 5ാം സ്ഥാനം നേടാൻ അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂളിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പോകാം 114 കുട്ടികൾ പങ്കെടുത്തു. ഈ വർഷത്തെ IMEയുടെ കലോത്സവത്തിൽ പോയപ്പോൾ നമ്മുടെ മികച്ച പെർഫോമൻസിന് ഫോട്ടോസ്, മെമൻറ്റോ സ്വീകരിക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. പ്ലീസ് ഗോ. ദെൻ സ്പീഡ് ഇറ്റ് ആർട്ടോറിയത്തിൽ പെർഫോം ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളാണ്. അതിനുശേഷം മീലാദ് ഷെരീഫ് നടന്നു. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ധാരാളം പ്രോഗ്രാമുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ വ്യത്യസ്തങ്ങളായ ഫോട്ടോസ്, ഈ ഫോട്ടോസൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. IMEയുടെ ജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോൾ സംസ്ഥാന കലോത്സവം നടന്നത് മഹദിനിലാണ്. കഴിഞ്ഞ ഒരു 14 വർഷമായി IMEയുടെ സംസ്ഥാന കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനറാണ് എല്ലാ വർഷവും ഞാൻ. ഈ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ ആ പ്രോഗ്രാം മഹദിനിൽ നടന്നപ്പോൾ 5 കുട്ടികൾക്ക് 1ാം സ്ഥാനം നേടാൻ നമുക്ക് സാധിച്ചു. ഷെറാസിന് essay റൈറ്റിംഗ് ഇംഗ്ലീഷിൽ അടിച്ചു പോകാം, വേഗം സ്പീഡപ്പ്. 5 കുട്ടികളെ കാണാം. ദെൻ അജ്മലുണ്ട്, അങ്ങനെ കുറേ, ഹാദിയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. 1ാം സ്ഥാനം നേടാൻ സാധിച്ചു. നവംബർ 14 ചിൽഡ്രൻസ് ഡേ പ്രോഗ്രാംസ്. ദെൻ ഇൻ്റർനാഷണൽ സയൻസ് വീക്ക്, അടിച്ചു പോകാം. ദെൻ ആനുവൽ ടൂർ നടന്നപ്പോൾ 1 മുതൽ 4 വരെ ക്ലാസ്സുകൾ ടീൻസാനിയ വയനാട്ടിലേക്കാണ് പോയത്. ഗ്രേഡ് 5 to 7 ഊട്ടിയിലേക്കാണ്. 8 to 10 വാഗമണിലേക്കാണ്. ഈ വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 44 ലക്ഷം ആളുകളാണ് നമ്മുടെ വീഡിയോ കണ്ടത്. വെർ ഇസ് മൈ വൈറൽ നേഹ? വേർ? ഗ്രീൻ റൂമിലാണ്. നേഹയുടെ ഒരു ചിരി അസാധ്യമായ ചിരിയായിരുന്നു. ഒരുപാട് ആളുകൾ ചോദിച്ചു. യെസ് കം, പ്ലീസ് കം. നേഹയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും സാർ ഞാൻ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞ് ഓടി വരുന്ന വളരെ ഒരു അമേസിങ് കിഡാണ് യഥാർത്ഥത്തിൽ നേഹ. അതൊരുപാട് സമയം കണ്ടിട്ടുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് മാത്രം. നേഹ, താങ്ക് യു സോ മച്ച്. നേഹയുടെ അമൽ സാറുമാണ് ആ വീഡിയോയുടെ ക്രിയേറ്റേഴ്സ്. ഗംഭീരമായിരുന്നു. ദെൻ ഫ്യൂച്ചർ പാരന്റിങ്, അമീർ ഹസൻ സാർ ആഫ്റ്റർ ഹി ജോയിൻ ഇൻ ദിസ് ക്യാമ്പസ് 2 പ്രോഗ്രാമുകളാണ് നടത്തിയത്. നിങ്ങളുടെ സാന്നിധ്യം വളരെ ഗംഭീരമായിരുന്നു. നല്ല മനോഹരമായ ഫ്യൂച്ചർ പാരന്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ സാറന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. 2 സെഷനുകളായിട്ടാണ് പ്രോഗ്രാം നടന്നിട്ടുള്ളത്. ദെൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ 2 പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്തതിൻ്റെ ദൃശ്യമാണ്. കഴിഞ്ഞ വർഷം മുംബൈയിലാണ് CBSEയുടെ നാഷണൽ കോൺഫറൻസ് നടന്നത്. ഈ വർഷം കൊൽക്കത്തയിലാണ് നടന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം 15 പ്രിൻസിപ്പൽസിന് മാത്രമേ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അർഹത എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 15 പ്രിൻസിപ്പൽസ് മാത്രമാണ് അതിന് പങ്കെടുത്തിട്ടുള്ളത്. ദെൻ കഴിഞ്ഞ വർഷം മുംബൈയിലായിരുന്നു, ഈ വർഷം അത് കൊൽക്കത്തയിലായിരുന്നു. ദെൻ IMEയുടെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ്. കാറ്റഗറി അണ്ടർ 14 കാറ്റഗറിയിൽ നമ്മുടെ കുട്ടികൾ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പായി. റൈസർ പ്ലീസ് കം. ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും നമ്മുടെ മക്കളുടെ എല്ലാ സ്പോർട്സിൻ്റെ പെർഫോമൻസുകളിലും ഈ ഒരു ആത്മാവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് പറഞ്ഞാലും പറ്റില്ല എന്ന് പറയില്ല, ഗംഭീരമായിട്ട് ചെയ്യും. ഓരോ മക്കളുടെയും കഴിവുകളനുസരിച്ച് ചിലപ്പോൾ നല്ല ചീത്തയൊക്കെ പറയും, പക്ഷെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എല്ലാ മക്കൾക്കും ഇദ്ദേഹത്തോളം ഇഷ്ടം ഈ ക്യാമ്പസിൽ വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് കളവല്ല. പ്ലീസ്, അണ്ടർ 14 കാറ്റഗറിയിൽ സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു ഫുട്ബോളിൽ IME സംഘടിപ്പിച്ച. നെക്സ്റ്റ്. ദെൻ അതേപോലെ സ്പോർട്സ് മീറ്റ് നടന്ന സമയത്ത് അണ്ടർ 14 കാറ്റഗറിയിൽ സംസ്ഥാന തലത്തിലുള്ള കാറ്റഗറി ചാമ്പ്യന്മാരായിരുന്നു അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂൾ. അമൽ പ്ലീസ് ഗോ. പോകാം സ്പീഡ് ഇറ്റ്. ദെൻ IMEയുടെ സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ അതിന് ചില ദൃശ്യങ്ങൾ കാണാം. തൊട്ട് മുന്നിലെ സ്ലൈഡിലേക്ക് ഒന്ന് പോകാവൂ. തൊട്ട് മുന്നിലെ സ്ലൈഡ്. ഈ വർഷത്തെ 2 പ്രോഗ്രാമുകളിൽ നമുക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് ലഭിച്ചു. അതോടൊപ്പം ആത്തിഫിന് സെക്കൻഡ് പ്രൈസ് ലഭിച്ചു, ജാസിമിന് ഫസ്റ്റ് പ്രൈസും ലഭിച്ചു. ഈ വർഷത്തെ സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റാണ്. മറ്റു 1-2 ഫോട്ടോസ് കൂടി നിങ്ങൾക്ക് തൊട്ടടുത്ത സ്ലൈഡുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പോകാം. സ്പീഡ് ഇറ്റ്.
സ്റ്റേറ്റ് അത്ലറ്റിക് ഫുട്ബോളിൻ്റെ അണ്ടർ 14 ഫുട്ബോളിൻ്റെ ഒരു ഫോട്ടോയാണ് തൊട്ട് മുന്നേ സ്ലൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടത്. ഇൻസ്പയർ ക്യാമ്പ് ഈ വർഷം സംഘടിപ്പിച്ച ഏറ്റവും മനോഹരമായ പ്രോഗ്രാമായിരുന്നു. നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ്സിലും ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സും അവരുടെ പാരൻസും വന്ന് ഇതിൽ പങ്കെടുത്ത എത്ര പേർ അതിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാവോ ഉമ്മമാർ? യെസ്, വളരെ ഗംഭീരമായി. സത്യം പറഞ്ഞാൽ അന്ന് കരയാതെ ഒരു കുട്ടി പോലും, ഒരു ഉമ്മ പോലും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കരയാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. വളരെ മനോഹരമായി ജോസഫ് അത് അവതരിപ്പിക്കാൻ സാധിച്ചു. ദെൻ ഗംഭീരമായ ഫീഡ്ബാക്കുകളായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. നല്ല വീഡിയോസും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ നിൻഹ ഫാത്തിമ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ സ്കോളർഷിപ്പ് എക്സാം നേടി ജില്ലയിലെ 4ാം റാങ്ക് നേടിയ വളരെ മിടുക്കിയായ ആളാണ് നിൻഹ. വെർ ഇസ് നിൻഹ? നിൻഹ, ആർ യു ദേർ? യെസ്, ഒരു പക്ഷേ പ്രാക്ടീസിന് വേണ്ടി ഏതെങ്കിലും സെഷനുകൾക്ക് പോകാൻ സാധ്യതയുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഹലോ 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 ഹലോ